നമസ്കാരം. നക്ഷത്രരാശിയിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. കാരകൻ കാരകഭാവത്തിൽ നിന്നാൽ സത്തയെ ഊറ്റിക്കളയും അല്ലെങ്കിൽ ജീവനെ എടുക്കും എന്നൊരു പ്രമാണമുണ്ട് ജ്യോതിഷത്തിൽ. അതായത് 5-ാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ സന്താനങ്ങൾക്ക് ദോഷം വരാം. 3-ാം ഭാവത്തിൽ ചൊവ്വ നിന്നാൽ സഹോദരന്മാർക്ക് ദോഷം വരാം. 7-ാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ ജീവിത പങ്കാളിക്ക് പ്രശ്നം വരാം. പലരും 7-ൽ ശുക്രൻ നിന്നാൽ, പക്ഷേ ഈ ശുക്രനോ അല്ലെങ്കിൽ വ്യാഴത്തിനോ അല്ലെങ്കിൽ ചൊവ്വയ്ക്കോ ബലമുണ്ട് ആ രാശിയിലെങ്കിൽ ഈ ദോഷം സംഭവിക്കില്ല. 7-ാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ പലരും പറയുന്നത് നല്ല പുരുഷനാണെങ്കിൽ നല്ല സുന്ദരിയായ ഭാര്യയെ കിട്ടും, നല്ല സ്വഭാവമുള്ള ഭാര്യയെ കിട്ടും എന്നൊക്കെയാണ്. പക്ഷേ 7-ൽ ശുക്രൻ ബലവാനല്ലാതെ നിന്നാൽ സംഭവിക്കുന്നത് സുന്ദരിയും ഒരുപക്ഷെ നല്ല സ്വഭാവമൊക്കെ കാണും, പക്ഷേ അവരെ കൊണ്ട് ഈ ഭർത്താവിന് പ്രത്യേകിച്ചൊരു ഗുണമൊന്നും ഉണ്ടാവില്ല. ആ ഭാര്യാത്വം എന്ന് പറയുന്ന ആ വ്യക്തിത്വത്തെ അത് നശിപ്പിക്കും. അതുപോലെ തന്നെ 3-ൽ ചൊവ്വ നിന്നാൽ, ദോഷകരമായിട്ട് ചൊവ്വ നിന്നാൽ ആ വ്യക്തിക്ക് ഇളയ സഹോദരങ്ങൾ, പ്രത്യേകിച്ചും ആൺ സഹോദരന്മാർ ഉണ്ടാകില്ല എന്ന് പറയും. അതുപോലെ 5-ൽ വ്യാഴം നിന്നാൽ സന്താനങ്ങൾക്ക് ദോഷം, പുരുഷ സന്താനം ചിലപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇതൊക്കെ ഓരോരോ പ്രമാണങ്ങളാണ്. ഇതിനെ അതിജീവിക്കാൻ പ്രാർത്ഥനകളുണ്ട്, പാപപരിഹാരങ്ങളൊക്കെ ഉണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത്തരം ദോഷങ്ങൾ അനുഭവപ്പെടുകയില്ല എന്ന് പല അനുഭവങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇനി നമുക്ക് ഒരാഴ്ചത്തെ, അതായത് ജനുവരി 7 മുതൽ ജനുവരി 13 വരെയുള്ള ഒരാഴ്ചത്തെ ഫലം ഓരോ കൂറുകാർക്കും എങ്ങനെയാണെന്ന് നോക്കാം. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ സഞ്ചരിക്കുന്നത് 7-ലും 7-ാം തീയതി 7-ാം ഭാവത്തിലും അതിനുശേഷം ഒരു 4 ദിവസത്തോളം മോശം രാശികളിലും ഏറ്റവും ഒടുവിലത്തെ 2 ദിവസം വളരെ നല്ല രാശികളിലുമാണ് സഞ്ചരിക്കുന്നത്. മാതാവിൻ്റെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ സ്വത്ത് സംബന്ധമായ ഭാഗം വയ്ക്കലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഗുണമോ ഉണ്ടാകുന്ന ദിവസമാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കുന്ന ദിവസമാണ് ആഴ്ചയുടെ തുടക്കം തന്നെ ഈ കൂറുകാർക്ക്. ഒന്നുകിൽ മാതാവുമൊത്ത് വളരെ ഉല്ലാസകരമായ ഒരു യാത്ര പുറപ്പെടുകയോ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുകയോ ചെയ്യാം. അതല്ല എങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിലോ ജോലി സംബന്ധമായ കാര്യത്തിലോ നല്ല വാർത്ത കേൾക്കാനിടവരും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വീടിൻ്റെ പരിഷ്കരണമോ വീടുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികളോ അല്ലെങ്കിൽ വീട് വയ്ക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടുള്ള നല്ല വാർത്തകളോ കേൾക്കാൻ സാധിക്കും. തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വളർത്തുമൃഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും സന്തോഷകരമായ വാർത്ത കേൾക്കാൻ സാധിക്കും ആഴ്ചയുടെ ആദ്യത്തെ ദിവസം. യാത്ര ഗുണം കാണുന്നു, വാഹനവുമായി ബന്ധപ്പെട്ടുമെല്ലാം ഗുണം കാണുന്നു. എന്നാൽ തൊട്ടടുത്ത ഒരു 2-3 ദിവസങ്ങൾ ദോഷകരമായ ചില അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും. പ്രധാനമായും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളാണ്. മൂക്കടപ്പ്, സൈനസൈറ്റിസ്, ഈ തലയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള നീർവീക്കത്തിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക് വളരെ ദോഷകരമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. അലർജി അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജലജന്യ രോഗങ്ങളാണ് കൂടുതലും ഉണ്ടാകുക. പ്രത്യേകിച്ചും വിഷാദ രോഗത്തിനും അടിപ്പെടാം. തങ്ങൾക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ചില ദുഃഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ ആഴ്ചയുടെ ഒടുക്കം വളരെ ഗുണകരമായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും സാമ്പത്തിക നേട്ടമാണ് ആഴ്ചയുടെ ഒടുക്കം. അതായത് വെള്ളി ശനി ദിവസങ്ങളിൽ സാമ്പത്തികമായ നല്ല നേട്ടം ഇവർക്ക് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഉയർച്ച, ജോലി സംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതി, യാത്ര കൊണ്ട് ഗുണം, ഇതെല്ലാം കാണുന്നു. അപ്പോൾ മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ദിവസവും ഒടുവിലത്തെ 2 ദിവസവും വളരെ ഗുണകരമായിട്ട് കാണുന്നു. സാമ്പത്തിക നേട്ടവും പ്രവർത്തന വിജയവും കാണുന്നു. പിതാവിന് നേരിയ ശാരീരിക അവശതയുണ്ടാകാം. ആഴ്ചയുടെ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ പിതാവിന് നേരിയ അവശതയുണ്ടാകാം. ഈ വ്യക്തികൾക്ക് തന്നെ ശാരീരികമായ അവശതയുണ്ടാകാം. ഒരു കാരണവുമില്ലാതെ ചില വിഷാദം മനസ്സിനെ ബാധിക്കാം. ഇതൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അപ്രതീക്ഷിതമായ ധനസഹായം 7-8 ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും 8-9 ദിവസങ്ങളിൽ ഇവരെ തേടി എത്തുന്നതാണ്. അത് ചിലപ്പോൾ ഭാഗ്യക്കുറി നറുക്കെടുപ്പിലെ വിജയമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മധ്യസ്ഥത നിൽക്കുമ്പോഴോ വളരെ സ്വാഭാവികമായി കിട്ടേണ്ട പണം ഓർക്കാപ്പുറത്ത് കിട്ടുകയൊക്കെ ചെയ്യുന്നതാവാം. ഏതായാലും ധനപരമായ നേട്ടമുണ്ട്. എന്നാൽ ആരോഗ്യ സംബന്ധമായ ആഴ്ചയുടെ ഈ ദിവസങ്ങളിൽ ദോഷമുണ്ട്. ആഴ്ചയുടെ ഒടുക്കം വളരെ ഗുണകരവുമാണ്. മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 7, പിന്നെ 12, 13 ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ട് കാണുന്നു. ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ അര നക്ഷത്രങ്ങളാണ്.
കണ്ടകശനി നിലവിൽ നിൽക്കുന്നുണ്ട്. ഇവർക്ക് 11-ൽ നിൽക്കുന്ന രാഹു ഇവർക്ക് സാമ്പത്തികമായ നേട്ടമുണ്ടാക്കി കൊടുക്കും. അത് പ്രത്യേകിച്ചും കാണുന്നുണ്ട്. ആഴ്ചയുടെ 3-4 ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും തങ്ങളുടെ ശത്രു പോലും തങ്ങളുടെ കർമ്മവുമായി ബന്ധപ്പെട്ട്, തൊഴിലുമായി ബന്ധപ്പെട്ട് ഗുണകരമായ പല അനുഭവങ്ങളും തരുന്നു എന്ന് കാണുന്നുണ്ട്. അതുവരെ മുടങ്ങിക്കിടന്നിരുന്ന ചില പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ കടബാധ്യതയിൽ നിന്ന് മോചനം കാണുന്നു. തങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ചില പണമിടപാടുകളിൽ വളരെ വിജയകരമായ ഒരു പൂർത്തിയാക്കൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഉദര സംബന്ധമായോ മറ്റേതെങ്കിലും തരത്തിലുള്ള അസുഖമോ പ്രശ്നമോ വന്നിട്ട് ശരീരത്തിന് ക്ഷീണാവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറുന്നു. മനസ്സ് ഊർജ്ജസ്വലമാകുന്നു. പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമായി പങ്കെടുക്കാൻ സാധിക്കുന്നു. സാമ്പത്തിക നേട്ടം കാണുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, കടബാധ്യത എന്ന് പറയുമ്പോൾ തങ്ങളുടെ കയ്യിൽ നിന്നും, ഈ നക്ഷത്രക്കാരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ടുപോയ പണമോ അല്ലെങ്കിൽ അവർ കൊടുക്കാനുള്ള പണമോ കൊടുക്കാൻ സാധിക്കുക, തങ്ങൾക്ക് കിട്ടാനുള്ള പണം കിട്ടുക, വായ്പ സ്ഥാപനങ്ങളിൽ നിന്ന് അത് അനുവദിച്ച് കിട്ടുക തുടങ്ങിയ കാര്യങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ ആഴ്ചയുടെ അവസാനത്തെ ദിവസങ്ങൾ വളരെ സൂക്ഷിക്കണം. ഇങ്ങനെ കിട്ടുന്ന പണം പോലും ചിലപ്പോൾ അനാമത്ത് ചിലവിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പണം വരുന്നതിൻ്റെ ആഹ്ലാദം അത് ചിലവാക്കുന്ന കാര്യത്തിൽ വളരെ ജാഗ്രതയോടുകൂടി ആയിരിക്കണം ചെയ്യേണ്ടതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ കാരണത്താൽ, അതായത് സാമ്പത്തികമായ ചില ക്രയവിക്രയങ്ങളുടെ കാരണത്താൽ ആഴ്ചയുടെ അവസാനത്തിൽ ചില കലഹമുണ്ടാകാനുള്ള സാധ്യത കാണുന്നു. പ്രത്യേകിച്ചും വീട്ടിലെ വേണ്ടപ്പെട്ടവരുമായൊക്കെ തെറ്റിപ്പിരിഞ്ഞ് നിൽക്കാനുള്ളൊരു സാധ്യതയും കാണുന്നു. പണം ഒരു ഭാഗത്ത് പണം മിത്രമായി വരികയും മറ്റൊരു ഭാഗത്ത് പണം ശത്രുവായി മാറുകയും ചെയ്യുന്നൊരവസ്ഥ കാണുന്നുണ്ട്. തൊഴിൽ സംബന്ധമായ കാര്യത്തിലും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ചില കശപിശകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുക. ആഴ്ചയുടെ ആദ്യത്തെ 4 ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ആഹ്ലാദം നിലനിർത്താൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് മനസ്സിനെ അതിനുവേണ്ടി പാകപ്പെടുത്തുക. ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 7, 8, 9 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 3/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ പൊതുവെ ഗുണകരമായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും തുടക്ക ദിവസം കഴിഞ്ഞാൽ തന്നെ സാമ്പത്തികമായ നേട്ടം കാണുന്നുണ്ട്. വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഒന്ന് മാറി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ കാണുന്നു. 2ാം ഭാവാധിപന് ചില പ്രശ്നങ്ങൾ കിടക്കുന്നത് കൊണ്ട് വീട്ടിൽ കലഹമോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക്, അതായത് വേണ്ടപ്പെട്ടവർക്ക്, ജീവിത പങ്കാളി അടക്കമുള്ള, മക്കളടക്കമുള്ള വേണ്ടപ്പെട്ടവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അവശത കാണുന്നുണ്ട്. അത് ഈ ചെസ്റ്റ് സംബന്ധമായിട്ടുള്ള, അതായത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖമാണ് കൂടുതലും കാണുന്നതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും അത്തരം അസുഖങ്ങൾ ഇപ്പോൾ വ്യാപിക്കുന്നുണ്ട് പലയിടത്തും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നതായിട്ട് തന്നെ ധരിക്കണം. അതിനുള്ള പ്രതിവിധികൾ നേരത്തെ എടുക്കുന്നത് നല്ലതായിരിക്കും. യാത്ര മുടങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട് ആഴ്ചയുടെ തുടക്ക ദിവസം. ശേഷം അതിന് വളരെ വലിയ വിജയം കാണുന്നുമുണ്ട്. ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്ക് ശത്രുതയുണ്ടാവുന്നവർ അത് അവസാനിപ്പിച്ച് തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സഹകരണ മനോഭാവത്തോടു കൂടി വരുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. യാത്ര ഗുണകരമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ യാത്ര ഗുണകരമായിട്ട് മാറുന്നു എന്ന് പറയുമ്പോൾ ആഴ്ചയുടെ തുടക്കത്തിലെ 1-1.5 ദിവസത്തോളം വളരെ മോശമാണെങ്കിലും പിന്നീട് അത് വിജയകരമായിട്ട് മാറുന്നു. ഇത് പ്രവർത്തനങ്ങളിലെ വിജയമായും നമുക്ക് സങ്കല്പിക്കാം. അതുകൊണ്ട് തന്നെ പൊതുവെ പ്രവർത്തന വിജയവും സാമ്പത്തിക നേട്ടവും കാണുന്നു. അരക്കെട്ടിനോ അല്ലെങ്കിൽ നട്ടെല്ല് സംബന്ധമായ ചില അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. ധാരാളം വെള്ളം കുടിക്കുക, ഇൻഫെക്ഷൻ ശരീരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തിക നേട്ടമുണ്ട്. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളിൽ ചില ചെറിയ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു എന്നതേ ഈ ആഴ്ച മിഥുനക്കൂറുകാരെ നേടുന്നുള്ളൂ. പൊതുവെ ഗുണകരമായൊരവസ്ഥ കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 8, 9, 10, 11 നല്ല ദിവസങ്ങളാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ 1/4 ഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമശനി നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹുവും മോശമാണ്. അതുപോലെ 3-ൽ സഞ്ചരിക്കുന്ന കേതു ഇവരുടെ സഹോദര സ്ഥാനത്തുള്ളവർക്കോ അല്ലെങ്കിൽ മറ്റ് അടുത്ത ബന്ധുക്കൾക്കോ രക്തബന്ധത്തിൽപ്പെട്ട ബന്ധുക്കൾക്കോ ശാരീരികമായ അവശതയോ മറ്റു മാനസിക പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ നക്ഷത്രക്കാർക്ക് തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമായി ഇടപെടാനുള്ളൊരു മാനസിക ധൈര്യം കിട്ടുന്ന ആഴ്ചയാണിത്. പ്രത്യേകിച്ചും ഇവരെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവത്തിൽ നിലകൊള്ളുന്ന ശുക്രനും അതുപോലെ തന്നെ ബുധനുമൊക്കെ തങ്ങളുടെ പ്രവൃത്തികളിൽ അങ്ങേയറ്റം മികവ് പുലർത്താൻ സാധിക്കും. ബുദ്ധിശക്തിയും ക്രിയാത്മകതയും നല്ലവണ്ണം പ്രയോഗിച്ചുകൊണ്ട് കർമ്മമേഖലയിൽ കൂടുതൽ ഇവർക്ക് വ്യാപരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് സാമ്പത്തിക നേട്ടത്തിൻ്റെ ഉറപ്പാണ്, ഭാവിയിലെ ഉറപ്പാണ് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് പൊതുവേ പ്രവർത്തന രംഗം ഗുണകരമായിട്ട് കാണുന്നു. വലിയ ദോഷങ്ങളൊന്നുമില്ലാതെ തന്നെ സാമ്പത്തിക നേട്ടം ഈ ആഴ്ച ഇവരെ അനുഗ്രഹിക്കുന്നതായിരിക്കും. കാൽമുട്ടിനോ കാൽ വണ്ണയ്ക്കോ, അതായത് കാലിൻ്റെ പുറകുവശത്തെ മസിലിനോ ഒക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം
അഷ്ടമാധിപൻ കൂടിയാണ് ശനി. ആ ശനിയാണ് ഇവർക്ക് വളരെ ദോഷകരമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് പ്രവർത്തനങ്ങളിൽ തടസ്സം ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളാൽ ഉണ്ടാകും എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ശനീശ്വരന് പ്രത്യേകമായി പൂജ ചെയ്യുക, ശനിയാഴ്ച ദിവസം വ്രതശുദ്ധി എടുക്കുക, അതൊക്കെയാണ് ഇവർക്ക് പരിഹാരമായി കാണുന്നത്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവരെ സംബന്ധിച്ചിടത്തോളം ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഒരു മാറ്റം കാണുന്നുണ്ട്. ഒന്നുകിൽ പുതിയ ജോലി കിട്ടും, അല്ലെങ്കിൽ ജോലിയിൽ ഉയർച്ചയുണ്ടാവും, അതുമല്ലെങ്കിൽ സ്ഥാപനം വിട്ട് മറ്റൊരിടത്തേക്ക് പോകാനുള്ള സാധ്യതയും തെളിയുന്നു. തൊഴിൽ നഷ്ടമാകുന്നു എന്ന അവസ്ഥ കാണുന്നില്ല, പക്ഷേ തൊഴിലിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കാം. പൊതുവെ ഗുണകരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച. പ്രധാനപ്പെട്ട നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 10, 11, 12, 13 ഗുണമുള്ള ദിവസങ്ങളായിട്ട് കാണുന്നു. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ദോഷാവസ്ഥകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 2ാം ഭാവത്തിലെ കേതുവും, അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹുവും, 7ൽ നിൽക്കുന്ന ശനിയും ദോഷം തന്നെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കണം. കാരണം അറിയാതെ പോലും ഒരു വാക്ക് മറ്റുള്ളവരെ വളരെ നല്ല രീതിയിൽ നോവിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊരു പക്ഷേ വഴക്കും കേസുമൊക്കെയായി മാറാം. അപവാദത്തിനിരയാകാനുള്ള സാധ്യതയുണ്ട്. ഓരോ കാര്യവും അങ്ങേയറ്റം ആലോചിച്ച് ചെയ്യുക. തങ്ങൾ നല്ല കാര്യം എന്ന് വിചാരിച്ച് ചെയ്യുന്നത് ചിലപ്പോൾ പാരയായി വരാനുള്ള സാധ്യത കൃത്യമായും കാണുന്നുണ്ട്. ശരീരത്തിൽ വിഷാവസ്ഥ കടന്നു ചെല്ലാനുള്ള സാധ്യത, അലർജി അസുഖങ്ങളുണ്ടാവാം. ചിലപ്പോൾ മരുന്ന് കഴിച്ചാലും ആഹാരം കഴിച്ചാലുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വിഷബാധ ഏൽക്കാനുള്ള സാധ്യതയും കാണുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ക്ഷുദ്രജീവികളിൽ നിന്ന് ആക്രമണം ഉണ്ടാകാം. പാമ്പ് ഉൾപ്പെടെയുള്ള ഇഴജന്തുക്കളിൽ നിന്ന് ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അനവസരത്തിൽ രാത്രികളിൽ അജ്ഞാത സ്ഥലങ്ങളിൽ ഒക്കെ വേണ്ടത്ര ഉപാധികളില്ലാതെ പോകുന്നത് പരമാവധി ഒഴിവാക്കുക. മാത്രമല്ല കുടുംബത്തിലും ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, യാത്ര മുടങ്ങാനുള്ള സാധ്യത. കാരണം 7ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി അതിനൊക്കെ കാരണമാകും. 4ൽ നിൽക്കുന്ന ശുക്രനും ബുധനുമാണ് ഇവർക്ക് അനുഗ്രഹമായി വരുന്നത്. ഈ പ്രശ്നങ്ങൾക്കിടയിലും കുടുംബത്തിൽ എവിടെയോ ഇവർക്കൊരു സമാധാനം കിട്ടുന്നു. യാത്ര കൊണ്ട് ഗുണം കാണുന്നു. തൊഴിലിടങ്ങളിൽ നന്നായി പ്രവർത്തിക്കാൻ സാധിക്കുന്നു. തങ്ങളുടെ വാക്കുകളും തങ്ങളുടെ പ്രവൃത്തികളും തൊഴിലിടങ്ങളിൽ വളരെ ശക്തമായി വരുന്നു. 2ാം ഭാവത്തിൽ നിൽക്കുന്ന കേതു വീട്ടിലും മറ്റിടങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാമെങ്കിലും തൊഴിലിടങ്ങളിൽ ഇവർക്ക് ഇവരുടെ കഴിവ് കൊണ്ടുവരാൻ സാധിക്കുന്നു. 5ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യനും അതുപോലെ ചൊവ്വയും സന്താനങ്ങൾക്ക് ശാരീരികമായ അവശതയോ ദോഷമോ വരുത്താനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യം ഈ ആഴ്ച ഇവരെ കടാക്ഷിക്കുന്നില്ല. അതുകൊണ്ട് കഠിനാധ്വാനം, പരിപൂർണമായ ഈശ്വരഭക്തി ഇത് ആവശ്യമാണ് ഈ ആഴ്ച. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 7, പിന്നെ 12, 13. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം, ചിത്രയുടെ ആദ്യത്തെ അര. അഷ്ടമവ്യാഴമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ജന്മത്തിൽ നിൽക്കുന്ന കേതുവും രാഹുവും സ്വന്തം വീട്ടിലായാലും ശരി, അല്ലെങ്കിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഇടങ്ങളിലായാലും ശരി, സംശയാസ്പദമായ സാഹചര്യത്തോടു കൂടി ഈ നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികളെ കാണാൻ അല്ലെങ്കിൽ സങ്കല്പിക്കാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. യാത്ര പോകുമ്പോൾ ആഹാരം, അതുപോലെ തന്നെ മറ്റ് അകത്തേക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ജലം, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അങ്ങേയറ്റം ശുഷ്കാന്തി ഉണ്ടായിരിക്കുക. ഏറ്റവും നല്ലത് എന്ന് തോന്നുന്ന, ഏറ്റവും ഹൈജീനിക് എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഭക്ഷണമായി കഴിക്കാവൂ എന്ന് കാണുന്നു. അതുപോലെ മറ്റെന്തെങ്കിലും ശീലങ്ങളോ സ്വഭാവശീലങ്ങളോ ഒക്കെ ഉള്ളവർ ഈ ഒരാഴ്ച വളരെ ശ്രദ്ധിക്കുക. തങ്ങളുടെ ഇൻടേക്ക്, അത് ഫുഡായാലും ശരി, ലഹരി വസ്തുക്കളായാലും ശരി, ചിലപ്പോൾ ശാരീരികമായ ചില അവശതകൾ വരുത്തുമെന്ന് കാണുന്നു. യാത്രയിൽ ചിലപ്പോൾ കബളിപ്പിക്കപ്പെടാം, മറ്റുള്ളവരാൽ ചതിക്കപ്പെടാം, സാമ്പത്തികം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. സ്ത്രീകൾ മൂലം ചിലപ്പോൾ കലഹമോ പ്രശ്നമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അപവാദമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാതാവിന് അല്ലെങ്കിൽ കുടുംബത്തിൽ ഭാര്യയുടെ അടുത്ത് അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ സമീപമൊക്കെ ചെല്ലുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കലഹമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. സാമ്പത്തികം നോക്കിയാലും ഇവർക്ക് ഈ ആഴ്ച ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ധനകാരകനായ വ്യാഴം 8ലാണ് നിൽക്കുന്നത്. അപ്രതീക്ഷിതമായി ധനം വരാമെങ്കിലും അതിൻ്റെ ഇരട്ടി ചിലവും കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങേയറ്റം ശ്രദ്ധിക്കുക ഈ ആഴ്ച. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 8, 9 ആണ് താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നത്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും 6ൽ സഞ്ചരിക്കുന്ന രാഹുവും 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനിയുമൊക്കെ ഗുണത്തെ ചെയ്യുന്നു. അതുപോലെ 2ൽ ബുധനും ശുക്രനുമാണ്. പൊതുവെ കഴിഞ്ഞ കുറേ കാലത്തെ വിഷമങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും ഒരു സമാശ്വാസം ലഭിക്കുന്ന ആഴ്ചയായിട്ട് വേണം ഈ ആഴ്ചയെ കാണാൻ. പ്രധാനമായും തങ്ങളുടെ മനസ്സ് അങ്ങേയറ്റം ചുട്ടുപൊള്ളുന്നൊരവസ്ഥയിൽ നിന്നാലും
വാക്കുകൾ സൗമ്യമായി തന്നെ പുറത്തേക്ക് വരുന്നതിനാൽ ആളുകൾ ഇവരെ ശത്രുവായി കാണുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടി സുഗമമായ ഒരു വേഗതയുണ്ടാകുന്നു. അങ്ങേയറ്റം ബുദ്ധിശക്തിയോടുകൂടിയും ക്രിയാത്മകതയോടുകൂടിയും കാര്യങ്ങളോട് പ്രതികരിക്കുന്നതിനാൽ പല പ്രവർത്തനങ്ങളും ഇവർക്കിപ്പോൾ അനുകൂലമായും വിജയകരമായും വരുന്നു. യാത്ര ഗുണകരമായിട്ട് വരുന്നു. തൊഴിലിടങ്ങളിൽ തങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുന്നു. അത് സാമ്പത്തികമായ നേട്ടത്തിന് വഴിയൊരുക്കുന്നു. കഴിഞ്ഞ കുറേ കാലമായി തടസ്സപ്പെട്ട് കിടന്നിരുന്ന ചില പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ ഈശ്വരാനുഗ്രഹം ഇവരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. അതുപോലെ തന്നെ കാല് പ്രശ്നമായിരുന്നവർക്ക് അതിനൊരു മുക്തി കാണുന്നുണ്ട്. രോഗമുക്തിയിൽ നിന്ന് ഈ നക്ഷത്രത്തിൽപ്പെട്ട പല വ്യക്തികൾക്കും ആശ്വാസം ലഭിക്കുന്നതായിട്ട് കാണുന്നു. യാത്ര ഗുണകരമായിട്ട് കാണുന്നു. ബന്ധുമിത്രാദികളുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാകുന്നു. പ്രണയാർത്ഥികൾക്കും ഈ അവസരം വളരെ നല്ലതായിട്ടാണ് കാണുന്നത്. പൊതുവെ ഗുണകരമായിട്ടാണ് കാണുന്നത്. മുഖം അതുപോലെ ശരീരം ഈ ഭംഗിയൊക്കെ നല്ല വർദ്ധിക്കുന്നു. അതുകൊണ്ട് ഓപ്പോസിറ്റ് സെക്സിനിടയിലുമൊക്കെ ഇവരോടുള്ള അഭിനിവേശവും ഇവരോടുള്ള താല്പര്യവും വർദ്ധിക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. പൊതുവെ ഗുണകരം എന്ന് വേണം തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച വിശേഷിപ്പിക്കാൻ. ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 7, 10, 11 ദിവസങ്ങളാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ട നക്ഷത്രങ്ങളാണ്. കണ്ടകശനി, അതുപോലെ തന്നെ 6-ൽ നിൽക്കുന്ന വ്യാഴം, 5-ാം ഭാവത്തിലെ രാഹു, 11-ൽ നിൽക്കുന്ന കേതു. 11-ൽ നിൽക്കുന്ന കേതു ഗുണകരമാണ്. കുറേ കാലമായി വിദേശത്തു നിന്ന് തടസ്സപ്പെട്ട് കിടന്നിരുന്ന ഫണ്ട് ഇവരിലേക്ക് ഒഴുകുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജന്മത്തിൽ നിൽക്കുന്ന ബുധനും ശുക്രനും ഇവരുടെ വ്യക്തിത്വ വികസനത്തിൻ്റെ ഭാഗമായി ഈ ആഴ്ച വളരെ ഗുണം ചെയ്യുന്നു. ശുക്രൻ ഇവർക്ക് മാക്സിമം ഗുണം ഈ ആഴ്ച കൊടുക്കുന്നുണ്ട്. 7-ാം ഭാവാധിപൻ കൂടിയായ ശുക്രൻ തങ്ങളുടെ വ്യക്തിത്വം എതിർചേരികളിൽ നിൽക്കുന്നവരെ പോലും കീഴ്പ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ചില മീറ്റിങ്ങുകൾ, ചില പരീക്ഷകൾ, ചില അഭിമുഖങ്ങൾ ഇതിലൊക്കെ ഇവർക്ക് നന്നായി തങ്ങളുടെ വ്യക്തിത്വത്തെ കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. അത് ഒരു വിജയമായി മാറുകയും പ്രവർത്തനങ്ങളിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യുന്നു. സാമ്പത്തികമായ നേട്ടമാണ് പ്രധാനം. യാത്ര ഗുണമായി വരുന്നുണ്ട്. വ്യക്തിബന്ധങ്ങളിൽ ഇവരുടെ മൂല്യം വർദ്ധിക്കുന്നതിനാൽ, വ്യക്തിബന്ധങ്ങൾക്കിടയിൽ ഇവരുടെ മൂല്യം വർദ്ധിക്കുന്നതിനാൽ ഇവർക്ക് കുറച്ചുകൂടി അടുക്കാൻ സാധിക്കുന്നു പല പ്രധാനപ്പെട്ട വ്യക്തികളുമായി. തങ്ങളുടെ കുടുംബത്തിലുള്ളവരെ പോലും അകറ്റി നിർത്തിയിരുന്ന ഒരവസ്ഥ കഴിഞ്ഞ കുറേ കാലങ്ങളിൽ ഉണ്ടായിരുന്നത് മാറുന്നതായിട്ട് കാണുന്നു വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. മാതാവുമൊത്ത് കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ഓഹരി, പണം, ഇതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിരുന്നതിന് ഒരു ആശ്വാസം കാണുന്നുണ്ട്. അതുകൊണ്ട് പൊതുവേ വൃശ്ചികക്കൂറുകാർക്ക് ഗുണമുണ്ട് ഈ ആഴ്ച. പക്ഷേ വാക്ക് വളരെ സൂക്ഷിക്കണമെന്ന് കാണുന്നു. അതുപോലെ വേഗതയിൽ ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങളിലും അങ്ങേയറ്റം കരുതലുണ്ടാവണമെന്ന് കാണുന്നു. മുഖം, പല്ല്, കണ്ണ് ഈ ഭാഗത്തൊക്കെ ചെറിയ തോതിലുള്ള അസ്വാരസ്യങ്ങളോ അപകട സാധ്യതകളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാക്കും വളരെ സൂക്ഷിച്ചുപയോഗിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 8, 9, 12, 13 ദിവസങ്ങൾ ഗുണകരമാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. വ്യാഴം 5-ൽ നിൽക്കുന്നതിനാൽ തന്നെ സമസ്ത ഭാഗ്യങ്ങളും ഇവരിലേക്ക് വരുന്നു എന്ന് കരുതണം. എന്നാൽ 4-ാം ഭാവത്തിലെ രാഹുവും 10-ലെ കേതുവും തൊഴിലിടങ്ങളിൽ ചില സംശയാസ്പദമായ സാഹചര്യങ്ങൾ ഇവരാൽ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് ചിന്തിക്കണം. തങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ അപഖ്യാതി പറഞ്ഞു വരുത്തുന്നു എന്ന് ഈ നക്ഷത്രക്കാർ മറ്റുള്ളവരുടെ ഇടയിൽ അപഖ്യാതി പറഞ്ഞു വരുത്തുന്നുവെന്ന് മറ്റുള്ളവരും പറയാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ശത്രുക്കൾ തൊഴിലിടങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു ഈ ആഴ്ച. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ശുക്രൻ 12-ൽ നിൽക്കുന്നതിനാൽ സാമ്പത്തിക നേട്ടവും മറ്റു ഗുണങ്ങളും തരുമെങ്കിലും ഏതു പ്രവൃത്തിയിൽ ചെന്ന് പെട്ടാലും ഒടുവിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികൾ അപഹസിക്കപ്പെടുമെന്ന് കാണുന്നുണ്ട്. തങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെങ്കിലും ശരി മാത്രമേ ഉള്ളുവെങ്കിലും തെറ്റാണ് ചെയ്തതെന്നൊരു വ്യാഖ്യാനം പുറത്തേക്ക് വരാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. യാത്ര ചില ശാരീരികമായ അവശതയാൽ, പ്രത്യേകിച്ചും സ്ത്രീകൾക്കാണ് യാത്രയെങ്കിൽ പ്രത്യേകിച്ചും ശാരീരിക അവശതകൾ കൊണ്ട് ചിലപ്പോൾ യാത്ര മാറ്റിവെക്കേണ്ടി വന്നേക്കാം. എന്നാൽ പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റം ഗുണം കാണുന്നുണ്ട്. തങ്ങളെക്കുറിച്ചുള്ള മതിപ്പ് വർദ്ധിക്കുന്നു. കുറച്ചുകൂടി ഊർജ്ജസ്വല വരുന്നു. സ്ത്രീകൾ പോലും പുരുഷൻ്റെ ശക്തിയോടുകൂടി കൂടുതൽ, അതായത് ഒരു മാൻലി പവറോടുകൂടി കൂടുതൽ തങ്ങളുടെ മേഖലകളിൽ വ്യാപരിക്കാൻ സാധിക്കുന്നൊരവസ്ഥ കാണുന്നു. അപ്പോൾ പിന്നെ പുരുഷൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അവർക്ക് ഒരു മാനസിക ധൈര്യവും അതുപോലെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ബുദ്ധിശക്തിയോടുകൂടി ക്രിയാത്മകതയോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുന്നതുകൊണ്ട് തങ്ങളുടെ പ്രവർത്തന മേഖല കൂടുതൽ ദീപ്തമാക്കാൻ സാധിക്കുന്നു. സാമ്പത്തിക നേട്ടം, പ്രവർത്തന വിജയം ഇതെല്ലാം കാണുന്നുണ്ട്. ശാരീരികമായ അവശത, വാദസംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് അത് വർദ്ധിക്കാനുള്ള സാധ്യത ഇതെല്ലാം കാണുന്നു. പൊതുവെ ഈ ആഴ്ചയിൽ ഇവരുടെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 7, 10, 11 ദിവസങ്ങൾ നല്ലതാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര.
ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തന രംഗത്ത് സജീവമായ ഒരു അവസ്ഥ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ട് കാണുന്നു. 7, 8, 9 ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ സാമ്പത്തികമായ നല്ല നേട്ടം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും അതുവരെ കിട്ടാതിരുന്ന ചില പണം, പ്രത്യേകിച്ചും അതുവരെ കിട്ടാനുണ്ടായിരുന്ന കുറേ പണം, അല്ലെങ്കിൽ നാം പണ്ട് പ്രവർത്തിച്ചിരുന്നതിൽ നിന്ന് കിട്ടില്ല എന്ന് ഉപേക്ഷിച്ച് കളഞ്ഞിരുന്ന പണമൊക്കെ ഇവരിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. തങ്ങളുടെ പക്കൽ നിന്നും വാങ്ങിച്ചു കൊണ്ടുപോയവർ ഓർക്കാപ്പുറത്ത് അത് തിരിച്ചു തരുന്നതായിട്ട് കാണുന്നു. പൊതുവേ സാമ്പത്തികമായ നേട്ടമാണ് ഈ ആഴ്ചയിൽ ഇവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എന്നാൽ ഇതേ പണം തന്നെ ചില അനാമത്ത് ചിലവുകളിലേക്ക് വഴിവെക്കുമെന്നും കാണുന്നുണ്ട്. ചിലപ്പോൾ ഉടനെ ലാഭം കിട്ടാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇത്തരം പണങ്ങൾ ചിലവഴിക്കേണ്ടി വന്നേക്കാം. തീർത്ഥാടന യാത്രയോ മക്കളുടെ വിദ്യാഭ്യാസ സംബന്ധമായോ ആരോഗ്യ സംബന്ധമായോ കാര്യങ്ങൾക്കോ, അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ തന്നെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്കോ ഒക്കെ പണം മുടക്കേണ്ടി വന്നേക്കാം. അതല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികളോ വാഹനവുമായി ബന്ധപ്പെട്ടുള്ള അറ്റകുറ്റപ്പണികൾക്കോ പുതിയ വാഹനം വാങ്ങുന്നതിനോ ഒക്കെ ഈ പണം ചിലവഴിച്ചേക്കാം. അതുകൊണ്ട് ഇത് പാഴ്ചിലവെന്ന് പറഞ്ഞുകൂടാ, പക്ഷേ ഉടനെ ലാഭം കിട്ടാത്ത ഒരു ചിലവ് തന്നെയാണത്. അത്തരം കാര്യങ്ങൾക്ക് മാറ്റിവയ്ക്കാം. വരുന്നു, പോകുന്നു, ഗുണം കിട്ടുന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ സാമ്പത്തിക മേഖലയുടെ കാര്യത്തിൽ. ആരോഗ്യ സംബന്ധമായ കാര്യത്തിൽ ഇവർ അല്പം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും വാതക്കൂറുള്ള ശരീരക്കാർക്ക് പ്രത്യേകം ശ്രദ്ധ വേണം. കാലിലേക്കുള്ള രക്തചംക്രമണം കുറയാം. കാലുമായി ബന്ധപ്പെട്ട് വ്രണമോ പ്രശ്നങ്ങളോ ഉള്ളവർക്ക് അത് മൂർച്ഛിക്കാനുള്ള സാധ്യത കാണുന്നു. അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 7, 8, 9, 12, 13 താരതമ്യേന മേന്മയുള്ള ദിവസങ്ങളാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യത്തെ 1/4 ഭാഗം. കണ്ടകശനിയുടെയും അല്ലെങ്കിൽ ജന്മശനിയുടെയും 3ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെയും 2ലെ രാഹുവിൻ്റെയും അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കേതുവിൻ്റെയും ദോഷാവസ്ഥകൾ മോശം തന്നെയാണ്. പല കാര്യങ്ങളിലും ഇവർക്ക് തങ്ങളുടെ വാക്കുകൾ പോലും ശത്രുക്കളായി മാറുന്നൊരവസ്ഥ കാണുന്നുണ്ട്. ആരെയും വിശ്വസിക്കാൻ വയ്യാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരാം. ചെയ്യുന്ന അധ്വാനത്തിന് അതിനനുസരിച്ചുള്ള പ്രതിഫലം കിട്ടാതെ ഇരിക്കാം. അങ്ങനെയുള്ള അവസ്ഥ കാണുന്നു. എന്നാൽ ഈ ആഴ്ചയുടെ മാത്രം കാര്യം ചിന്തിക്കുമ്പോൾ 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രനും ബുധനും അവർക്ക് കർമ്മമേഖലയിൽ കഴിഞ്ഞ കുറച്ചു കാലത്തിന് ശേഷം ഒരു ശുഭാപ്തി വിശ്വാസവും സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും സമ്മാനിക്കുന്നതായി കാണാം. ഏറ്റവും അടുത്ത വ്യക്തികൾ തങ്ങളുടെ കഴിവുകളെ അംഗീകരിക്കുന്നതായിട്ട് കാണാം. ഒരുപക്ഷേ മറ്റ് ഗ്രഹങ്ങളുടെ, പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ നില വളരെ മോശമായി നിൽക്കുന്നത് കൊണ്ട് ഈ ഒരു വർഷമോ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ചു കാലമോ പ്രവർത്തന മേഖലയിൽ ഒരു മാന്ദ്യത അനുഭവപ്പെട്ടിരുന്ന ഇവർക്ക് ഈ ആഴ്ച അത് കൂടുതൽ ഗുണകരമായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം കാണുന്നുണ്ട്. തങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം തങ്ങളിലേക്ക് എത്തിച്ചേരുന്നൊരവസ്ഥ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും അത് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യുന്നു. ഏതെങ്കിലും തരത്തിൽ അമാന്തപ്പെട്ട് കിടന്നിരുന്ന ധനത്തിൻ്റെ വരവ് ഈ ഒരാഴ്ച ഇവർക്ക് വളരെ സജീവമായി തന്നെ കിട്ടുന്നതായിട്ട് കാണുന്നു. കൈമുട്ടുകൾക്കോ കൈവിരലുകൾക്കോ അപകട സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും സ്പീഡുമായി ബന്ധപ്പെട്ടോ യന്ത്രവുമായി ബന്ധപ്പെട്ടോ ഒക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികൾ വളരെ സൂക്ഷിക്കുക. അതുപോലെ തീ, ഇലക്ട്രിസിറ്റി ഇതുമായിട്ടൊക്കെ അടുത്ത് പ്രവർത്തിക്കുന്നവർ അങ്ങേയറ്റം കരുതലോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. ചില ബന്ധങ്ങളിൽ ഉലച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കലഹവും മൂർച്ഛിക്കപ്പെട്ട വാക്കുകളും കേൾക്കേണ്ടി വന്നേക്കാം. ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 8, 9, 10, 11 ഗുണമുള്ള ദിവസങ്ങളാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ 1/4 ഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ശനി 12ൽ സഞ്ചരിക്കുന്നു. ഒരു വർഷമായി 12ൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഇനി 7ര ശനിയുടെ ചെറിയ ചെറിയ ദോഷങ്ങൾ ഈ നക്ഷത്രക്കാരെ ബാധിച്ചു എന്നിരിക്കാം. തങ്ങളുടെ തന്നെ ദോഷമായി വരണമെന്നില്ല. തങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ രോഗാവസ്ഥ, തങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ മാനസിക വിഷമങ്ങൾ, സാമ്പത്തിക ദോഷങ്ങൾ ഇതൊക്കെ തന്നെയും ഇവരെ വല്ലാതെ അലട്ടും. എന്നാൽ 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഇവർക്ക് ധനപരമായ നേട്ടത്തെ കൊടുക്കും. അതുകൊണ്ട് തങ്ങളുടെ കയ്യിൽ വരുന്ന പണം മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ വരുന്ന, പ്രത്യേകിച്ചും രക്തബന്ധുക്കളോ അടുത്ത സുഹൃത്തുക്കളോ ഏറ്റവും അടുത്ത ബന്ധുക്കളോ ഇവർക്കൊക്കെ വേണ്ടി അവരുടെ വിഷമങ്ങൾക്ക് വേണ്ടി അവരുടെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ധനം മുടക്കേണ്ട ഒരു അവസ്ഥ കാണുന്നുണ്ട്. എന്നാൽ കർമ്മരംഗത്ത് ഇവർക്ക് വളരെ ശോഭനീയമായ ഒരു അവസ്ഥ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ചില മടികൾ മാറി, ചില ആലസ്യങ്ങൾ മാറി വളരെ ഊർജ്ജസ്വലമായി തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഇവർക്ക് വ്യാപരിക്കാൻ സാധിക്കുന്നു. ചില വർക്കുകൾ, ചിലപ്പോൾ ചില ജോലികൾ ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെട്ടോ മുന്നോട്ട് പോകാൻ ആശയക്കുഴപ്പം മൂലം സാധിക്കാതെയോ ഇരുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നുണ്ട്. തങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നവർ വളരെ നല്ല രീതിയിൽ സഹകരിക്കുന്ന ഒരവസ്ഥയായിട്ട് കാണുന്നുണ്ട്. എന്നാൽ അവരുടെ തന്നെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതുകൊണ്ട് സാമ്പത്തികമായിട്ടൊരു അധിക ചിലവും കാണുന്നുണ്ട്. പൊതുവേ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും മറ്റ് സുഹൃത്തുക്കൾക്കുമൊക്കെ ദോഷം വരാനൊരു സാധ്യതയുണ്ട്. ഇവരുടെ തന്നെ ആരോഗ്യാവസ്ഥയും ശ്രദ്ധിക്കണം. അപ്പോൾ പണം കൂടുതലായി വരുന്നുണ്ടെങ്കിലും ആ പണമൊക്കെ സ്വന്തം നിലനിൽപ്പിൻ്റെയും ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ നിലനിൽപ്പിൻ്റെയും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്കും ചിലവഴിക്കേണ്ടി വന്നേക്കാം.
ആരോഗ്യം ശ്രദ്ധിക്കുക. ശരീരത്തിന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ സംശയത്തിൻ്റെ പേരിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. വളരെ ശ്രദ്ധിക്കുക. എല്ലായിടത്തും അങ്ങേയറ്റം പരിശുദ്ധമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുക. മാലിന്യങ്ങളും മറ്റ് അലർജികളും ഇവരെ അസുഖത്തിനും മറ്റ് ദോഷാവസ്ഥയ്ക്കും കാരണമായി മാറിയേക്കാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 10, 11, 12, 13 ഗുണമുള്ള ദിവസങ്ങളാണ്. ശനിദോഷത്തിന് ഓം ശനീശ്വരായ നമ എന്ന് ജപിക്കുക. പലരും ശനീശ്വരായ നമ എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. ഓം ശനൈശ്വരായ നമ എന്ന് തന്നെ ഉച്ചാരണശുദ്ധിയോടുകൂടി പറയുക. മന്ത്രം എന്ന് പറയുമ്പോൾ ഏറ്റവും സംക്ഷിപ്തമായി ഹൃദയം കൊണ്ട് പറയേണ്ടതാണ്. ഉച്ചാരണ ശക്തിയോടുകൂടി പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. എന്നാൽ അറിവില്ലാത്തവൻ്റെ ഏറ്റവും മോശപ്പെട്ട വാക്കുകൾ പോലും ഈശ്വരപാദത്തിൽ ഒരുപോലെ എത്തുന്നു. അവിടെ അറിവിൻ്റെ അഹങ്കാരത്തിൻ്റെയോ ഉച്ചാരണശക്തിയുടെ ഗുണമോ ഒന്നും ഈശ്വരൻ നോക്കില്ല. ഹൃദയത്തിൻ്റെ നൈർമല്യം മാത്രമാണ്. ഓം ശനീശ്വരായ നമ എന്ന് ജപിക്കുക. കാക്കയ്ക്കിടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക. തെരുവ് നായ്ക്കളെ ഉപദ്രവിക്കാതെ ഇരിക്കുക. ഏറ്റവും കുറഞ്ഞത് അവർക്ക് എന്തെങ്കിലും ആഹാരം കൊടുക്കുക. ഉപദ്രവിക്കാതിരിക്കുക. ഏറ്റവും എളിയവരെ പോലും തങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ ശ്രമിക്കുക. തുല്യതയാണ് ശനി കാണുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം. അതുപോലെ വ്യാഴദോഷത്തിന് ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. പാൽപ്പായസ നൈവേദ്യം, നെയ്ത്തിരി കത്തിക്കൽ. ഓം നാഗായ നമ ജപിക്കുക നാഗദോഷങ്ങൾക്ക്. ഓം ശ്രീ മഹാഗണപതയെ ജപിക്കുക കേതുദോഷത്തിന്. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്തയാഴ്ച. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.